നമസ്കാരം, ഞാൻ രജിൻദാസ് എം എസ്. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. കലിയുഗത്തിൽ ഏറ്റവും വേഗത്തിൽ പ്രസാദിക്കുന്ന ദേവതയായി താന്ത്രിക മാന്ത്രിക ഗ്രന്ഥങ്ങളും പുരാണങ്ങളും പറയുന്ന ദേവതയാണ് ഗണപതി ഭഗവാൻ. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിൽ ഒന്നും തടസ്സം കൂടാതെ നടക്കുന്നില്ല. ഒരു തടസ്സവും കൂടാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങിയാൽ നമ്മൾ എത്രമാത്രം സന്തുഷ്ടരാകും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അത് നമുക്ക് സാധ്യമാക്കി തരുന്ന ദേവതയാണ് ഗണപതി ഭഗവാൻ. സെപ്റ്റംബർ 7 വിനായക ചതുർത്ഥി 2024 വരികയാണ്. ഏറ്റവും വേഗത്തിൽ പ്രസാദിക്കുന്ന ദേവനെ ഉപാസിക്കുവാനുള്ള ഏറ്റവും അനുകൂലമായ ദിവസമാണ് വിനായക ചതുർത്ഥി. അന്നേ ദിവസം വ്രതമെടുക്കുവാൻ സാധിക്കുന്നവർ വ്രതമെടുത്ത്, അല്ലാത്തവർ സാത്വികമായ ഭക്ഷണം കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. മുദ്ഗല പുരാണത്തിലും ഗണേശ പുരാണത്തിലും അതിവിശിഷ്ടമായ ഗണപതി ഭഗവാന്റെ 12 പുണ്യനാമങ്ങൾ പറയുന്നുണ്ട്. ആ നാമങ്ങൾ 3 തവണ വീതം ചതുർത്ഥി ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ജപിച്ചാൽ ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. 3 നേരം ജപിക്കുവാൻ സാധിക്കാത്തവർ 2 നേരമോ 1 നേരമോ എങ്കിലും ജപിക്കുക. മന്ത്രം പറയാം. സുമുഖായ നമഃ. ഓം ഏകദന്തായ നമഃ. ഓം കപിലായ നമഃ. ഓം ഗജകർണകായ നമഃ. ഓം ലംബോദരായ നമഃ. ഓം വികടായ നമഃ. ഓം വിഘ്നരാജായ നമഃ. ഓം വിനായകായ നമഃ. ഓം ധൂമകേതവേ നമഃ. ഓം ഗണാധ്യക്ഷായ നമഃ. ഓം ബാലചന്ദ്രായ നമഃ. ഓം ഗജാനനായ നമഃ. ഈ മന്ത്രം ജപിച്ചാൽ ഉണ്ടാകുന്ന പുണ്യം എത്രയെന്ന് മുദ്ഗല പുരാണത്തിലും ഗണേശ പുരാണത്തിലും പറയുന്നത് നോക്കാം. ഗംഗ മുതലായ പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്ന ഫലം, കോടി സംഖ്യ യജ്ഞങ്ങൾ നടത്തുന്ന ഫലം, വർഷങ്ങളോളം വ്രതമനുഷ്ഠിക്കുന്ന പുണ്യത്തിന്റെ ഫലം, ഇതിൻ്റെ എല്ലാം 100 ഇരട്ടി പുണ്യം ഭഗവാന്റെ ഈ ദിവ്യനാമങ്ങൾ ജപിക്കുന്നത് കൊണ്ട് ലഭിക്കും. അപ്പോൾ ഈ മന്ത്രം വിനായക ചതുർത്ഥി ദിവസം ജപിച്ചാലുള്ള ഫലം എത്രമാത്രമായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ഭക്തന്റെ സർവ്വ സങ്കടങ്ങളും അകറ്റുന്ന അദ്ഭുത ദേവതയാണ് ഗണപതി ഭഗവാൻ. അന്നേ ദിവസം ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തൊഴുത് കറുകമാല, മുക്കുറ്റി, നാളികേരം എന്നിവ സമർപ്പിക്കുന്നതും ഗണപതി ഹോമം കഴിക്കുന്നതും ആഗ്രഹ സാഫല്യത്തിന് വളരെ വിശേഷമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ 12 നാമങ്ങൾ അന്നേ ദിവസം എത്രമാത്രം ജപിക്കാൻ സാധിക്കുമോ അത്രയും ജപിക്കുക. ഒരു കാരണവശാലും ഈ മഹാപുണ്യദിനം ഭഗവത് നാമം ജപിക്കാതെ പാഴാക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ജാതകത്തിൽ കേതുർദശ അനുഭവിക്കുന്നവർക്കും കേതു അനിഷ്ടസ്ഥാനത്തുള്ളവർക്കും ശുക്രദശ അനുഭവിക്കുന്നവർക്കും ശുക്രൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർക്കും കേതു ശുക്രൻ ഈ ഗ്രഹങ്ങളുടെ അപഹാര സമയങ്ങൾ ഉള്ളവർക്കും എന്തെങ്കിലും ദോഷദുരിതങ്ങൾ ഉണ്ടെങ്കിൽ ഗണപതി ഭജനം വളരെ വിശേഷമാണ്. അങ്ങനെയുള്ള നക്ഷത്രക്കാർ കൂടി ഈ വിനായക ചതുർത്ഥി ദിവസം ഈ 12 നാമങ്ങൾ ജപിച്ച് ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുന്നതും ഈ പറഞ്ഞ വഴിപാടുകൾ ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ കഴിക്കുന്നതും വളരെ വിശേഷമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.